ശ്രമിക്കട്ടെ. ബുദ്ധിമുട്ടിയിട്ടാണ്. സാധനം കണ്ട ഇവിടെ സാധനം ഇവിടെ അതാ കണ്ടല്ലോ സാധനം ഏത് ആ. അപ്പൊ പിന്നെ നമ്മളത് അതോടെ കൊണ്ടുപോയിട്ട് ആ ചീഞ്ഞ് നാറുകയെന്നല്ലാതെ കാര്യമില്ല. ആള് പേടിച്ച അതുകൊണ്ട് അതിന് ഇനി ദഹിക്കൂല. പിന്നെ നമ്മള് കൊണ്ടുപോകുമ്പോ നമ്മക്ക് പണി ഓരോ കട്ടകള് നമ്മൾ എന്ത് ചെയ്യാണ് ഒഴിവാക്കി നോക്കട്ടെ. സാധനം എവിടെയെന്ന് പറയാൻ വയ്യ. അപ്പോൾ ഇനി ഒരു അപകടം വരരുത് വെച്ചിട്ടാണ് നമ്മൾ തപ്പണത്. പ്രവേട്ടാ ബാക്കിൽ ഭാഗത്ത് ഒരു വിറക് പുരി കാണിട്ടാ. അപ്പോൾ എവിടെയാണ് മൂപ്പർ കയറിയിരിക്കണമെന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല. അപ്പോൾ ഇതൊക്കെ എടുത്തിട്ട് എൻ്റെ സാധനം വന്നാ ഇല്ല. അപ്പോൾ അതും കഴിയൂല കേട്ടോ എവിടെയാണെന്നുള്ളത്. അപ്പോൾ ഇനി വെറുതെടുത്തിടേണ്ടി വരുമെന്ന് അറിയില്ല. വലിയ ഫുള്ള് തപ്പന്നെ കേട്ടോ സംഭവം. കട്ടൻ്റെ ഇതിമാക്ക് എങ്ങനെ കട്ട വെക്കണവും പ്രയാസം തന്നെയാണല്ലേ. ആരും ഇങ്ങനെ പെരന്റെ അടുത്ത് കട്ട കൊടുക്കരുത്. കട്ട വെക്കുകയാണെങ്കിൽ വേണ്ട ചെയ്യാം. അപ്പുറം മറച്ചു വെച്ചാലും മതി. രണ്ട് സൈഡൊന്നും മറക്കാൻ വേണ്ടി ശ്രമിക്കട്ടെ. ബുദ്ധിമുട്ടിയിട്ടാണ്. സാധനം കണ്ട ഇവിടെ സാധനം ഇവിടെ അതാ കണ്ടല്ലോ സാധനം ചേച്ചി അങ്ങോട്ട് കിടക്കുവോ? അങ്ങോട്ട് കിടക്കൂലല്ല. സാധനം അവിടെ ഉണ്ട്. അത്യാവശ്യം എന്തോ നേരം മുങ്ങി. അതുകൊണ്ടാണ് അതിനെ കിട്ടിയതും. കിട്ടാൻ കാരണം ഇത് ഏതാ സാധനം ഏതാണ് വെച്ചാ? ഇതട്ടാ നിങ്ങളെ വല്ല സാധനട്ടാ ഇനി പോവില്ല. എടുത്തിക്കോ. ക്ലോസ് അപ്പ് ഷോട്ട് ഉണ്ട്. ഇനിയിപ്പോ എന്തായാലും അത് ഈ ഇതില് കപ്പ് അത് പോരത്. അപ്പൊ നമുക്ക് ചീഞ്ഞ് മണക്കുന്ന വിഷമുള്ള ഐറ്റം വെച്ചത് ഇല്ല. കുഴപ്പക്കാരനാണ്. ഇല്ലല്ല. ഞാൻ ഇത് പള്ളിയിലുണ്ടോ നോക്ക. നാളെ വന്നാ എവിടെ പോരും. എങ്ങനെ അങ്ങനെ വിളിച്ചാല് ഇനി ഉണ്ടാവോ? വരേണ്ടതാണ്. ആ ഭാഗം കണ്ടിട്ടുണ്ടാവും. അതാണ് അപ്പോൾ സംഭവം അതാ. കാര്യം എന്തായാലും ഇത്തരം കാര്യങ്ങളൊക്കെ വെക്കുന്നവർ നല്ലോണം ശ്രദ്ധിക്കുക. അതേപോലെ ബാക്കിൽ ഇതുപോലെ ഹോൾസ് ഉള്ളവർ വിറക് പുരക്ക് ഹോൾസ് ഉണ്ടെങ്കിൽ ചെറിയൊരു മെഷെങ്കിലും അടിക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുക ശ്രമിക്കട്ടോ. ഓക്കെ കണ്ടു നിങ്ങൾ. അപ്പോൾ എന്തായാലും അവരോട് പാമ്പിനെ എന്ത് ചെയ്യണ്ടേ ഏത് ആ. അപ്പൊ പിന്നെ നമ്മളത് അതോടെ കൊണ്ടുപോയിട്ട് ആ ചീഞ്ഞ് നാറുകയെന്നല്ലാതെ കാര്യമില്ല. ആള് പേടിച്ച അതുകൊണ്ട് അതിന് ഇനി ദഹിക്കൂല. പിന്നെ നമ്മള് കൊണ്ടുപോകുമ്പോ നമ്മക്ക് പണിയെന്നല്ലാതെ റിട്ടേൺ വരുന്നുണ്ടല്ലേ.
ചെറിയ മോട്ടറാക്കി നമുക്ക് കൊണ്ടിട്ടണല്ലേ ഒരുപാട് റിസ്ക് എടുത്തിട്ടാണ് ഇത് കഴിക്കുക. നല്ല റിസ്ക് എടുത്തിട്ട് വേണം ആ ചെറിയ വായന്റെ ഉള്ളിൽ കൂടെ അത് പോണ്ടേ. അത്ര റിസ്ക് ആണല്ലേ. പക്ഷെ നമുക്ക് ഇത് പുറത്തേക്ക് കളയാന്ന് പറഞ്ഞ സങ്കടമാണ്. എന്താണ് സംഭവം എന്ന് വെച്ചാൽ നമുക്ക് അറിയണ്ടേ. എലി എലി ഞാൻ ആദ്യം കണ്ടുപിടിച്ചു ചെറിയ എലിയല്ലേ. ആ എന്താ എലി തന്നെയാണ് അത് എലി എലി. ആ എലിയല്ല അണ്ണാണ. അണ്ണാനല്ലേ അണ്ണാനല്ല എന്നാണെന്ന് കിട്ടൂല. അണ്ണാനാണ് വിചാരിച്ചു. കുറച്ചും പോയിണ്ട് ഒരു മാസമുള്ള തീറ്റയാണത്. നിങ്ങളൊന്ന് മറന്നാ പൈപ്പം തന്നു. ആ പൈപ്പം തുറന്നു. അതിനൊന്ന് ഫ്രീ ആക്കണല്ലേ ചേച്ചാ. ആ പൈപ്പൊന്നും കിട്ടും അത് കുളിപ്പിച്ചേ അതിനൊന്ന് പൊളിപ്പിച്ചിട്ടില്ല. വരുന്നുണ്ട്. അതാ പോണേ. വരകരാണ് അയക്കാം നമുക്ക്. അപ്പോൾ ഓക്കെ ചേച്ചി, ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങളായിരിക്കുള്ള ആൾക്കാരെ സമൂഹത്തിലുണ്ടായാലും എന്താ പറയുക, ആൾക്കാരെ പേടി മാറിക്കിട്ടും. കാരണം എന്താ വെച്ചാൽ ഇതൊരു വലിയൊരു പേടിയാണ്. എല്ലാവരും പാമ്പിനെ പിടിച്ചോളണം എന്ന് ചെയ്യാം. ഇതിന് തോണ എന്തെങ്കിലും ഉണ്ടാവും? അത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവര് നമ്മളാണ് ഭാര്യ, ഭർത്താവ്, കുടുംബം, കുട്ടികള്, വല്യമ്മ, വല്യപ്പ അല്ല അങ്ങനെ ജീവിക്കുന്ന ആൾക്കാർ. ഇവരങ്ങനല്ല. ഇവരാവശ്യത്തിന് മാത്രം ഒരു പാമ്പിനെ ആശ്രയിക്കുള്ളൂ. ഇവരാവശ്യം കഴിഞ്ഞാൽ പിന്നെ അവരെ പാട്ടിന് പോയി. പിന്നെ പെൺപാമ്പ് കുറച്ച് കഴിഞ്ഞാൽ ഒരു എലിന്റെ പെരിച്ചതിന്റെ കല്ലിന്റെ പൊത്തൊക്കെ തേടി കണ്ടെത്തിയിട്ട് അതിലിരിക്കും. ഇത് ഏകദേശം എത്ര മാസത്തിനുള്ള ഭക്ഷണമാണ് നിങ്ങൾക്ക്? അത് അത്യാവശ്യം ടൈം കിട്ടും. ചേരക്കാണ് ഒരാഴ്ചയിലൊക്കെ ഭക്ഷണം കിട്ടുന്നത്. ചേരക്ക് മൂർഖനൊക്കെ സംബന്ധിച്ചിടത്തോളം 40-45 ദിവസത്തേക്ക് ഉള്ള ഭക്ഷണം കിട്ടിയാലും മൂപ്പരൊന്ന് ഉഷാറായിട്ട് നിൽക്കും. കാരണം 2 മാസം ഒരു പെരന്റെ തറന്റെ അടിയിലേക്ക് പാമ്പ് കയറിയിട്ട്, പെരുമ്പാമ്പ് കയറിയിട്ട് 2 മാസം കഴിഞ്ഞിട്ട് അതിനെ തിരിച്ച് കണ്ട ടൈമുണ്ട്. ഇനി പോയിട്ട് എന്തായാലും തിരിച്ചു വരില്ല, കാരണം അത്ര റിസ്ക് എടുത്തിട്ടായി കയറിയതാണ്. പക്ഷെ പിന്നീട് മൊത്തം എന്താ പറയാ സംശയം കൊണ്ട് പൊളിച്ചപ്പോ ആള് അവിടെ തന്നെ ഉണ്ട്. നമുക്ക് ആ 2 മാസമൊക്കെ പെരുമ്പാമ്പൊക്കെ ഇരിക്കുന്നു. ഇതിന് നിങ്ങൾ എന്താ ചെയ്യല്? ഡിപ്പാർട്ട്മെന്റ് ഏത് ചെറിയ പാമ്പായാലും ഡിപ്പാർട്ട്മെന്റ്. ഇത് എവിടെ ഡിപ്പാർട്ട്മെന്റ് എവിടെയുള്ളത്? നിലമ്പൂര്. അവിടേക്ക് ഇവിടുന്ന് എങ്ങനെ വന്ന് കൊണ്ടുപോകില്ല? ഓക്കെ. ഇത് നിങ്ങളെ റിലീസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷെ നമുക്ക് ഇവിടെ വനങ്ങളൊന്നും ഇല്ലല്ലോ. നിലമ്പൂരൊക്കെ അല്ലോ. അപ്പൊ ആ കാരണത്താല് നിങ്ങൾ ചെയ്യൂലല്ലേ? അപ്പൊ ഓക്കെ, നാട്ടുകാരും എല്ലാവരും വന്നിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും നന്ദിയുണ്ട്. നമ്മള് പാമ്പിനെ കണ്ടു. കാട്ടുപാമ്പാണ്, ട്രിങ്കറ്റാണ്. വലിയ കുഴപ്പക്കാരനൊന്നുമല്ല. പിന്നെ അതായത് ട്രിങ്കറ്റിനെ വെള്ളിക്കെട്ടനാന്ന് വിചാരിച്ചിട്ട് എന്താ പറയാ അടിച്ചു കൊന്ന്, വെള്ളിക്കെട്ടനാണ് നമ്മളെ ഇവിടെ 8 അടി മൂർഖെന്നൊക്കെ പറയും. അപ്പൊ അടിച്ചു കൊല്ലുന്ന ആൾക്കാരുണ്ട്. അതേപോലെ തന്നെ കാട്ടുപാമ്പാന്ന് പറഞ്ഞിട്ട് ട്രിങ്കറ്റിനെ വെള്ളിക്കെട്ടനൊക്കെ മാറി പിടിക്കുന്ന ആൾക്കാരും. അതേപോലെ തന്നെ അണലിനെ കണ്ടിട്ട് പെരുമ്പാമ്പാന്ന് വിചാരിച്ചിട്ടും മണ്ണൂലിയാന്ന് വിചാരിച്ചിട്ട് കയറി പിടിച്ച് കടി വാങ്ങിയ ആൾക്കാരുണ്ട്. അപ്പോൾ നിങ്ങൾ കറക്റ്റ് ഒന്ന് നമുക്ക് നോക്കിയാൽ അറിയാലോ. ഗൂഗിളിലൊക്കെ അടിച്ചാൽ മാക്സിമം ഒരുവിധ പാമ്പിനൊക്കെ, ഒരുവിധം എന്നല്ല എല്ലാ പാമ്പും അതിലുണ്ട്. അപ്പൊ നമ്മള് ഒരു പാമ്പിനൊക്കെ തിരിച്ചറിയാൻ ശ്രമിക്കുക. ട്രെയിനിങ് കിട്ടിയ ആൾക്കാരെ വിളിക്കാനും. അതെ, നമുക്ക് സർപ്പ ഡിപ്പാർട്ട്മെന്റിന്റെ സർപ്പ ആപ്പ് ഉണ്ട്. ആ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതെടുത്തു കഴിഞ്ഞാൽ അതിൽ തൊട്ടടുത്ത റെസ്ക്യൂർമാരുണ്ട്. ലൈസൻസ് നമ്പർ, അവരുടെ ഫോൺ നമ്പർ, എല്ലാ കാര്യങ്ങളും അതിൽ. അല്ല ചേച്ചി, ഒരു സംശയം ചോദിക്കട്ടെ. ഇപ്പൊ ഇതിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ഇങ്ങനത്തെ ഒരു ലൈസൻസ് ആവശ്യമുണ്ട് എന്ന് കരുതുക, ലൈസൻസ് അല്ലെങ്കിൽ ഇത് പഠിക്കണം എന്ന് കരുതിയാൽ അവർക്കുള്ള ഓപ്ഷൻ എന്താണെന്ന് പഠിക്കാൻ ആരും പഠിപ്പിക്കുന്നില്ല. അങ്ങനത്തെ ഓപ്ഷൻ തീരെയില്ല. പിന്നെ നമുക്ക് കഴിവുണ്ടെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് സർക്കുലർ ഒക്കെ ഇറക്കും.
നമ്മളെ ഇതിൽ വിടും, ന്യൂസിലൊക്കെ വിടും. പാമ്പ് കൊടുത്തക്കാർ ലൈസൻസിന് അപേക്ഷിക്കുന്നുണ്ടെങ്കിൽ അപേക്ഷിക്കാന്ന് അറിഞ്ഞിട്ട്. അപ്പൊ നമ്മൾ പോയിട്ട് രാവിലെ തിയറി ക്ലാസ്, ഉച്ചയ്ക്ക് പ്രാക്ടിക്കലും. അത് ആദ്യം അപേക്ഷ കൊടുക്കണം, പിന്നീട് നമുക്ക് ക്ലാസ്സിന് വിളിക്കും. ആ സമയത്ത് നമുക്ക് ഇതിന് നിങ്ങൾക്ക് എന്തെങ്കിലും നിശ്ചിത സാലറി ഗവൺമെന്റ് എന്തെങ്കിലും ഒന്നുമില്ല. ഗവൺമെന്റ് ഒന്നും തരുന്നില്ല, സേവനാണ്. ഓക്കെ.